കർണാടക ഉള്ളാൽ കോട്ടേക്കർ സഹകരണ ബാങ്ക് കൊള്ളയടിച്ച പ്രതികളെ പിടിക്കാൻ കർണാടക പോലീസിനൊപ്പം കേരള പോലീസും കാസർഗോഡ് പോലീസ് മേധാവിയുടെ സ്ക്വാഡ് ഉൾപ്പെടെ അന്വേഷണത്തിലാണ്. കവർച്ചക്കാർ സഞ്ചരിച്ച കാർ തലപ്പാടി ടോൾ ബൂത്തിലെയും ഹൊസങ്കടി ടൗണിലെയും CCTV ക്യാമറയിൽ പതിഞ്ഞതോടെയാണ് കേരള പോലീസും അന്വേഷണം ഊർജിതമാക്കിയത്. വെള്ളിയാഴ്ച പട്ടാപ്പകലാണ് കൊട്ടേക്കർ ബാങ്കിൽ കവർച്ച നടത്തി 12 കോടി രൂപ തട്ടിയെടുത്തത്. ഈ പ്രതികൾ കേരളത്തിലേക്ക് കടന്നിട്ടുണ്ടാവാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അതിനാലാണ് കേരള പോലീസും അന്വേഷണത്തിന്റെ ഭാഗമായത്. മുൻപ് ബാങ്കും ATMും കവർച്ച ചെയ്ത കേസിലെ പ്രതികൾ നിരീക്ഷണത്തിലാണ്. ശിക്ഷ അനുഭവിച്ചവർ, ജാമ്യത്തിലിറങ്ങിയവർ, പിടികിട്ടാപ്പുള്ളികൾ എന്നിവരുടെ വിവരം ശേഖരിച്ചുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ഒന്നിലേറെ സ്ഥലങ്ങളിൽ കവർച്ച നടത്തിയ 4 സംഘത്തെ 1.5 മാസം മുൻപ് മജീർ പള്ളയിൽ പോലീസ് പിടിച്ചിരുന്നു. ആയുധങ്ങളുമായി പിടിക്കപ്പെട്ട ഇവരെ ചോദ്യം ചെയ്തപ്പോൾ കർണാടകയിൽ ബാങ്ക് കൊള്ള നടത്താനുള്ള ഗൂഢാലോചന നടത്തിയതായി പോലീസിന് വിവരം ലഭിച്ചു. സംഘത്തിൽ 4 പേർ മാത്രമല്ലെന്നുള്ള സൂചനയാണ് അന്ന് കിട്ടിയത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമാക്കുകയാണ് പോലീസ്. ATMിൽ പണം നിക്ഷേപിക്കാനെത്തിയപ്പോൾ 50 ലക്ഷം കവർന്ന ഉപ്പള സംഭവത്തിലേക്കും അന്വേഷണം നീളുന്നുണ്ട്. ഇവരിൽ 2 പേരെയാണ് പോലീസ് പിടിച്ചത്. 5 പേരെ കിട്ടാനുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് ധനകാര്യ സ്ഥാപനങ്ങൾ ലേലം ചെയ്ത പണയ ഉരുപ്പടികൾ വാങ്ങി മുംബൈയിലേക്കും മറ്റും എത്തിക്കുന്ന സംഘത്തിലെ ചിലർ വിവിധ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ മേഖലയിലേക്കും അന്വേഷണം നടക്കുന്നു. ഇവിടെ നടന്ന ജുവലറി കവർച്ചയിൽ പ്രതികളായവരെ കുറിച്ചും പോലീസ് അന്വേഷണം ശക്തമാക്കി. ഇതിനിടെ കർണാടക പോലീസിന്റെ അന്വേഷണവും കാസർഗോഡ് ജില്ലയിലേക്ക് വ്യാപിപ്പിച്ചു. കർണാടക പോലീസിന്റെ 1 സ്ക്വാഡ് ജില്ലയുടെ പല ഭാഗത്തും രഹസ്യാന്വേഷണത്തിനായി എത്തി. ഹൊസങ്കടിക്ക് ശേഷം പ്രതികൾ വാഹനം മാറിയോ എന്ന സംശയവും പോലീസിനുണ്ട്. അതിനാൽ കഴിഞ്ഞ ദിവസം രാത്രി വാഹന പരിശോധനയും ശക്തമാക്കിയിരുന്നു. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ സ്ക്വാഡും അന്വേഷണത്തിന്റെ ഭാഗമാണ്. ന്യൂസ് മലയാളം, കാസർഗോഡ്.